ഉത്രയും അതിന് പിന്നാലെ വിഷ്ണുജ, ഷഹാന, ഈ കല്യാണ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മരണത്തിൻ്റെ പരമ്പര ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ കുട്ടികൾ ഇത്ര ചെറുപ്പത്തിലെ ജീവിതം മടുക്കാൻ എന്താ കാരണം? എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ ജീവിതം തുടങ്ങുന്നതിന് മുൻപേ ജീവിതം അവസാനിപ്പിക്കുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പെൺമക്കള് അവര് വളർന്ന് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സ്ഥിതി ഉണ്ട് എന്ന് അവര് പറയുന്ന സമയത്ത് അവരെ കെട്ടിച്ചു വിടാൻ തയ്യാറാകുക. ഒരു പെൺകുട്ടിക്ക് ജീവിക്കാനുള്ള വരുമാന സ്രോതസ് ഉണ്ടാവണം. അത് ജോലിയായാലും ഒരു ബിസിനസ് ആയാലും ഒരു കൈത്തൊഴിലായാലും എന്തു തന്നെ ആയിക്കോട്ടെ, സ്വന്തം കാലിൽ നിൽക്കാൻ എനിക്ക് ത്രാണിയുണ്ട് എന്ന് അവൾക്ക് സ്വയം തോന്നുന്ന സമയത്ത് വേണം അവളെ വിവാഹം ചെയ്തയക്കാൻ. ഈ സമൂഹത്തിൽ ഒരു പെൺകുട്ടിയുടെ മൂല്യം നിശ്ചയിക്കുന്നത് അവളുടെ ഭർത്താവോ ഭർത്തൃവീട്ടുകാരോ അല്ല. അവൾ സ്വയം വിചാരിക്കണം എനിക്ക് എന്ത് മൂല്യമുണ്ട് എന്ന്. ആദ്യമായി ഓരോ പെൺകുട്ടിയും അവരവരുടെ വാല്യൂ നിശ്ചയിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ആ വാല്യൂ തരുന്ന വ്യക്തികളെ നിങ്ങൾ കണ്ടെത്തണം. അതുപോലെ തന്നെ ഈ വിവരവും വിവേകവും ചിന്താശക്തിയും പക്വതയും ഒന്നുമില്ലാത്ത ആമ്പിള്ളേരെ ഏതെങ്കിലും പെൺകുട്ടിയുടെ തലയിൽ വെച്ച് കെട്ടിയാൽ അവർ ചിലപ്പം നന്നായേക്കും എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കളൊന്നും മനസ്സിലാക്കുക. വെറുതെ ഓരോ പെൺകുട്ടികളുടെയും ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത്. 10-25 വയസ്സ് വരെ ഇവിടെ കഷ്ടപ്പെട്ട് അവരുടെ തണലിൽ ഈ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ തീരെ നിസ്സാരമായി നിങ്ങൾ അവഗണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു തെണ്ടി അവൻ ഭർത്താവായിട്ട് രംഗപ്രവേശം ചെയ്തു, അവൻ പറയണ കേട്ടിട്ട് ഒരിച്ചാൻ കയറില് അവസാനിപ്പിക്കേണ്ടതല്ല മക്കളെ ജീവിതം. നമുക്ക് ദൈവം തന്ന മനോഹരമായൊരു ജീവിതമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ സമൂഹത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകൃതി എത്ര മനോഹരമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും മനോഹരമാക്കാൻ നമുക്ക് ദൈവം തന്ന ഈ ഒരു അവസരം. അത് വളരെ ഭംഗിയായി ആസ്വദിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ഈ പ്രകൃതിയെ കണ്ട് ഈ പ്രകൃതിയിലെ ഇണങ്ങി നമ്മൾ സ്വയം ജീവിച്ച് ഇതെല്ലാം കണ്ടും മനസ്സിലാക്കിയും ജീവിക്കാനുള്ളൊരു കരുത്ത്, അതാണ് നമ്മൾ നേടേണ്ടത്. മാതാപിതാക്കളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ മക്കൾ തെറ്റും ശരിയും മനസ്സിലാക്കാനും നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയാനും കഴിവുള്ള പ്രാപ്തിയുള്ള സമയത്ത് നിങ്ങൾ അവരെ വിവാഹം ചെയ്തയക്കുക. അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും. നമ്മുടെ മക്കൾ മൂലം മറ്റൊരാൾ മരണപ്പെടാതിരിക്കട്ടെ. ഇവിടെ വിവാഹവും മരണവും ഇതൊന്നും അല്ല ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം.